എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് സ്റ്റേക്കിംഗ്. സോ സ്റ്റേക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആൻഡ് ഡെഡിക്കേറ്റഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ മുകളിൽ ഐക്കാർഡായിട്ട് കൊടുത്തേക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് സ്റ്റേക്കിംഗ് അറിയാൻ പറ്റും. സെൻട്രലൈസ്ഡ് സ്റ്റേക്കിംഗ്, ഡീസെൻട്രലൈസ്ഡ് സ്റ്റേക്കിംഗ് നമ്മുടെ കോഴ്സിൻ്റെ പാർട്ടായിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ എന്തിന് സ്റ്റേക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നമ്മൾ ചുമ്മാ ക്രിപ്റ്റോ കറൻസീസ് ഹോൾഡ് ചെയ്യുന്നതിനേക്കാളും സ്റ്റേക്കിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിവാർഡ് കിട്ടും. അത് വലിയൊരു എമൗണ്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിവാർഡായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് സ്റ്റേക്കിംഗ് ഈസ് ദ ബെറ്റർ ഓപ്ഷൻ. കാരണം ചിലപ്പോൾ എയർ ഡ്രോപ്പ് കിട്ടാനും സ്റ്റേക്കിംഗ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം 2023 ഈ പറയുന്ന ആറ്റം സ്റ്റേക്ക് ചെയ്തവർക്ക് ടിയ എന്ന് പറയുന്ന ഒരു ടോക്കൺ കൊടുത്തു. ഫ്രീ ആയിട്ട് ആറ്റം സ്റ്റേക്ക് ചെയ്ത് 10 അതിൽ കൂടുതൽ ആറ്റോ സ്റ്റേക്ക് ചെയ്തവർക്ക് ഫ്രീ ആയിട്ട് ടിയ കൊടുത്തു. അത് ഏറ്റവും മിനിമം കൊടുത്തത് 99 ടിയ ആണ്. അത് അന്ന് തന്നെ അത്യാവശ്യം വാല്യൂ ഉണ്ടായിരുന്നു. സോ ടിയ സ്റ്റേക്ക് ചെയ്തവർക്ക് DYM കൊടുത്തു. സോ അങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ സെയ് സ്റ്റേക്ക് ചെയ്തവർക്ക് വീണ്ടും സെയ് തന്നെ എക്സ്ട്രാ കൊടുത്തു. അങ്ങനെ വീണ്ടും സെയ്, അതങ്ങനെ പുതിയ പുതിയ എമർജിങ് ആയിട്ടുള്ള പല ഡീസെൻട്രലൈസ്ഡ് എയർ ഡ്രോപ്സും നമുക്ക് അങ്ങനെ സ്റ്റേക്കിംഗ് വഴി കിട്ടാറുണ്ട്. സോ സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഒരു ഏണിംഗ് മെത്തേഡാണ്. സോ നമുക്ക് ഇന്നൊരു സ്റ്റേക്കിംഗ് ഒന്ന് എങ്ങനെ ചെയ്യണം എന്ന് പരിചയപ്പെടാം. നമ്മൾ ഓൾറെഡി ക്രിപ്റ്റോ കറൻസീസ് ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ മേടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഒരു ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ എങ്ങനെ അത് കൊണ്ടുവരണമെന്ന് പഠിച്ചു. അവിടെ നിന്ന് അതിനെ കൺവേർട്ട് ചെയ്ത് എങ്ങനെ നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റായ ട്രസ്റ്റ് വാലറ്റിലേക്ക് അല്ലെങ്കിൽ മെറ്റാമാസ്ക് പോലുള്ള ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൽ കൊണ്ടുവരണമെന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റേക്കിംഗ്. സോ ഇതിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്വാപ്പിംഗ്. എങ്ങനെ നമുക്ക് ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൽ ഒരു കോയിനിൽ നിന്ന് മറ്റൊരു കോയിനിലേക്ക് മാറ്റാം. സോ പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്. പല പല എക്സ്ചേഞ്ചുകളായിരിക്കും ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് സ്റ്റേക്ക് ചെയ്യാം. സോ സ്റ്റേക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക. സോ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തു. സോ ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ BNB ഉണ്ട്, നമ്മുടെ കയ്യിൽ കേക്കും ഉണ്ട്. എൻ്റെ കയ്യിൽ 0.7 കേക്കാണുള്ളത്. സോ ഈ കേക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റേക്ക് ചെയ്യാൻ നോക്കാം. സോ നമുക്ക് BNB ആയതുകൊണ്ട് തന്നെ പാൻകേക്ക് എന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ വേണം പോകാൻ. സോ ആ ഒരു എക്സ്ചേഞ്ചിൽ തന്നെ നമുക്ക് സ്റ്റേക്കിംഗ് അവൈലബിൾ ആയിരിക്കും. സോ കണക്ട് വാലറ്റ് ഫസ്റ്റ് കൊടുക്കുക, ട്രസ്റ്റ് വാലറ്റ് കൊടുക്കുക. സോ കണക്ട് വാലറ്റ് കൊടുത്തു. ഇവിടെ ഏൺ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സോ ഈ ഏൺ എന്ന് പറയുന്ന സെക്ഷനിലായിരിക്കും നമുക്ക് കേക്ക് സ്റ്റേക്കിംഗ് ഉണ്ട്, പൊസിഷൻ മാനേജർ ഉണ്ട്, പിന്നെ ഫാം ബാർ ലിക്വിഡിറ്റി. സോ ഫാമിങ്ങും ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ടോക്കൺസ് നമ്മളവിടെ ലിക്വിഡിറ്റി ആയിട്ട് ആഡ് ചെയ്യുന്നു. അത് എന്തിനെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോക്കൺ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിന് ആവശ്യത്തിനുള്ള വോളിയം വേണം. സോ ഈ വോളിയത്തിനാണ് നമ്മൾ ഈസി ആയിട്ട് ലിക്വിഡിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതായത് ആ ഒരു പ്രോജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് മേടിക്കാനായിട്ട്, അതായത് നമ്മുടെ കയ്യിലുള്ള BNB നമ്മൾ കേക്കാക്കി മാറ്റാനായിട്ട് BNB അവിടെ കൊടുക്കുമ്പോൾ കേക്ക് എന്ന് പറയുന്ന ടോക്കൺ അവിടുന്ന് നമ്മുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കേക്ക് എന്ന് പറയുന്ന ടോക്കണിൻ്റെ ലിക്വിഡിറ്റി അവിടെ വേണം, അല്ലെങ്കിൽ കേക്ക് എന്ന് പറയുന്ന ടോക്കൺ അവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ കേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ BNB അവിടെ നിന്ന് നമുക്ക് വേണം. അപ്പോൾ ഈ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ എന്ന് പറയുമ്പോൾ അതിൽ ആ ഒരു പ്രൊജക്റ്റ് അല്ല ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബൈനാൻസിലാണെങ്കിൽ ബൈനാൻസ് ആയിരിക്കും ചിലപ്പോൾ ലിക്വിഡിറ്റി ഷോർട്ടേജ് വന്നാൽ ഫണ്ട് വെച്ച് പൈസ കൊടുത്ത് മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇവിടെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് വേൾഡിൽ നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഈ പറയുന്ന പുറത്തുനിന്ന് വരുന്ന ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി അല്ല. സോ നമ്മൾ ചെയ്യുന്നതാണ് ഈ പറയുന്ന ലിക്വിഡിറ്റി. സോ അങ്ങനെ ലിക്വിഡിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് പോലെ ഒരു റിവാർഡ് കിട്ടും. ഈ റിവാർഡ് എന്ന് പറയുമ്പോൾ ഈ ലിക്വിഡിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് മറ്റ് പല ആൾക്കാരും അവിടെ വന്നിട്ട് സ്വാപ്പ് ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു ട്രാൻസാക്ഷൻ ഫീ പോകും. ഈ ട്രാൻസാക്ഷൻ ഫീ ഇവിടെ ലിക്വിഡിറ്റി ആഡ് ചെയ്തിരിക്കുന്ന ഓരോവർക്കും ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കും 1%. സോ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഒരു കാര്യം, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ നമ്മൾ ലിക്വിഡിറ്റി ആഡ് ചെയ്യുമ്പോൾ എഴുതി വെക്കണം എവിടെയൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ മറന്നു പോയി കഴിഞ്ഞാൽ അതിൽ അവിടെ കിടക്കും. പിന്നെ നമ്മൾ മാനുവലി വന്ന് എന്ന് അൺലോക്ക് ആക്കുന്നോ അന്ന് വരെ അവിടെ കിടക്കും. ചിലപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ ഈ ലിക്വിഡിറ്റി ആഡ് ചെയ്യുന്ന ഈ പൂൾസ് വെർഷൻ 2 ആവാം, വെർഷൻ 3 ആവാം, വെർഷൻ 4 ആവാം, വെർഷൻ 5 ആവാം. അങ്ങനെയൊക്കെ പല പല വേർഷൻസിലേക്ക് മാറും. അപ്പോൾ പല പല വേർഷൻസിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് ലിക്വിഡിറ്റി നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവിടെ ലാപ്സ് ആയിട്ട് പോകാനും കാരണമുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. സോ നമുക്ക് എങ്ങനെ ലിക്വിഡിറ്റി ആഡ് ചെയ്യണം എന്ന് നോക്കാം. സോ നമ്മൾ ഫാം ഓർ ലിക്വിഡിറ്റി എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോവുകയാണ്. സോ ഫാം ഓർ ലിക്വിഡിറ്റി എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക്സ് ഇവിടെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോഴാണ് പല പല നെറ്റ്വർക്ക്സ് സപ്പോർട്ട് ചെയ്യുന്നത്. BNB, എതീരിയം, പോളിഗൺ, അങ്ങനെ പല നെറ്റ്വർക്ക്സ്. സോ ഇവിടെ
ഈ പറയുന്ന ലിക്വിഡിറ്റി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 2 ടോക്കൺ വേണ്ടി വരും. ലിക്വിഡിറ്റി ഒരു ടോക്കണിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരു ടോക്കണിൽ വളരെ കുറവാണ് നമുക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യുന്നത്. സോ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, BNB കൊടുത്തിട്ട് കേക്ക് മേടിക്കുന്ന പോലെ. അതേപോലെ തന്നെയാണ് ഇവിടെ USDT കൊടുത്തിട്ട് WBNB മേടിക്കുന്നത്. അതിൽ അപ് ടു 85% നമുക്ക് ലിക്വിഡിറ്റി വരുന്നത്. സോ ഈ പറയുന്ന USDT വെച്ചിട്ട് WBNB, സോ അങ്ങനെ പല പല ലിക്വിഡിറ്റി പൂളുകളുണ്ട്. USDC വെച്ചിട്ട് WBNB, USDT വെച്ചിട്ട് BTCB, അതായത് ബിറ്റ്കോയിൻ്റെ ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ വരുന്നതാണ് ഈ പറയുന്ന BTCB. എതീരിയം വെച്ചിട്ട് USDT. സോ ഈ എത്ത് എന്ന് പറയുന്നത് ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ പറഞ്ഞ എത്താണ്, അല്ലാതെ എത്തിൻ്റെ എത്തല്ല. കേക്ക് വേഴ്സസ് WBNB. സോ ഇങ്ങനത്തെ പല പല ലിക്വിഡിറ്റി ഇവിടെ ആഡ് ചെയ്യും. സോ ഈ ലിക്വിഡിറ്റിയാണ്, അതായത് ഈ ഒരു നമ്മൾ ആഡ് ചെയ്യുന്ന ഈ ഒരു ലിക്വിഡിറ്റിയാണ് തുടക്കത്തിൽ നമ്മൾ പോയിട്ട് സ്വാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. ബാക്ക് എൻഡിൽ ഇവിടെ ആഡ് ചെയ്യണം. ഇവിടെ ലിക്വിഡിറ്റി ആയിട്ട് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ലിക്വിഡിറ്റി ആഡ് ആകത്തുള്ളൂ. സോ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്ക് വെർഷൻ 3, വെർഷൻ 2 ഇങ്ങനെ പല പല വേർഷൻസ് റണ്ണിങ് ആണ്. സോ ഇതിൽ ചില ടൈം കഴിയുമ്പോൾ ഈ പറയുന്ന വേർഷൻ 2 അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേർഷൻ 2 നമ്മൾ തിരിച്ച് അൺസ്റ്റേക്ക് ചെയ്ത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വേർഷൻ 3 മാറ്റിയിടണം. ചില ഡെക്സുകൾ അങ്ങനെ എടുത്തുകൊണ്ട് പോകത്തില്ല. ഇപ്പം ബൈനാൻസ് ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് വെർഷൻ 2 3 മാറ്റും. പക്ഷേ ഇതൊന്നും അങ്ങനെ മാറ്റത്തില്ല. ഇതൊക്കെ ഡയറക്റ്റായിട്ട് ഈ പറയുന്ന നമ്മൾ തന്നെ വേണമെങ്കിൽ മാറ്റണം. അത് മൈ പൊസിഷൻസിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അറിയാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ലിക്വിഡിറ്റി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടോ, അത് ഇനാക്റ്റീവ് ആയിട്ട് കിടപ്പുണ്ടോ, ക്ലോസ്ഡ് ആയിട്ട് കിടപ്പുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പണ്ട് ആഡ് ചെയ്തിട്ടുള്ള വേർഷൻസ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഹിസ്റ്ററിയിൽ ചിലപ്പോൾ മേ ബി കാണാൻ ചാൻസ് ഉണ്ട്. പണ്ട് ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യാറില്ല. ഞാൻ പിന്നെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റേക്കിങ്ങിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിലുള്ള കേക്ക് വെച്ച് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര കേക്കാണോ ഇവിടെ കൊടുക്കുന്നത്, സോ അത് വെച്ച് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിന് 25%, 50%, 75% മാക്സിമം. സോ അങ്ങനെ നമുക്ക് സ്റ്റേക്ക് ചെയ്യാം. സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂറേഷൻ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം. ഒരാഴ്ച, 1 മാസം, 6 മാസം, 1 വർഷം, 4 വർഷം. ഇവിടെ വരുമ്പോൾ നമുക്ക് കേക്ക് എന്ന് പറഞ്ഞാണ് ഇത് കിടക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ സ്റ്റേക്കിംഗ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഒറ്റ സ്റ്റേക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലിക്വിഡ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. ഈ സ്റ്റേക്ക് ചെയ്ത ടോക്കണിനെ നമുക്ക് വീണ്ടും വേറൊരു പൂൾസിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ റിവാർഡും കൂടെ കിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ റീസ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ലെവലല്ല ഈ പറയുന്ന ഡീസെൻട്രലൈസ്ഡ് വേൾഡിൽ. ഇവിടെ ഒരുപാട് ടൈപ്പുകളുണ്ട്. നമ്മൾ എന്തിനാണ് സ്റ്റേക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ റീസ്റ്റേക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് ഈഗൽ ലെയർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഈഗൽ ലെയർ എന്ന് പറയുമ്പോൾ എതീരിയം നമ്മൾ കൊണ്ടുപോയിട്ട് എതർഫൈ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ നമ്മൾ ആദ്യം സ്റ്റേക്ക് ചെയ്തു. അപ്പോൾ നമുക്കവിടെ WETH കിട്ടും. അപ്പോൾ ആ WETH എന്ന് പറയുന്നത് എതർഫൈയുടെ ടോക്കണാണ്. അതായത് എതീരിയത്തിൻ്റെ 1:1 റേഷ്യോ അല്ലെങ്കിൽ 1: കുറച്ച് കൂടുതൽ റേഷ്യോയിൽ നമുക്ക് എതീരിയം കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് WETH കിട്ടും. ഈ WETHനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈഗൽ ലെയർ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രോജക്റ്റായ പഫറിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണ്. എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എതർഫൈ പോയിന്റ്സ് കിട്ടും, പഫറിൻ്റെ പോയിന്റ്സ് കിട്ടും, പിന്നെ ഈഗൽ ലെയർ പോയിന്റ്സും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 3 എയർ ഡ്രോപ്പ് അവിടെ കിട്ടും. മനസ്സിലായില്ലേ? ഒറ്റ ടോക്കണാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയി ചെയ്യുന്നത്. പിന്നെ ഇത് തിരിച്ച് അൺസ്റ്റേക്ക് ചെയ്യാനും ഇതേപോലെ കടമ്പകളുണ്ട്. സോ അത് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കേക്ക് സ്റ്റേക്കിംഗ് ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. കേക്ക് സ്റ്റേക്കിങ്ങിൽ നമ്മുടെ കയ്യിലുള്ള കേക്കിനെ ഈ പറയുന്ന ഇത്ര ദിവസത്തേക്ക്, 4 വർഷത്തേക്ക്, ഒരാഴ്ചത്തേക്ക്, 1 മാസത്തേക്ക്, 6 മാസത്തേക്ക് അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് നമുക്കിവിടെ ലോക്ക് ചെയ്യാം. സോ അങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന കേക്കിനെ മാറ്റിയിട്ട് നമുക്കിങ്ങനെ കേക്ക് ഇങ്ങനെ എത്ര കേക്ക് വരുന്നു, ഏതൊക്കെ കേക്ക് നമുക്ക് കിട്ടുന്നു, അങ്ങനെയൊക്കെ ഓരോ ലെവലിൽ കിട്ടും. സോ അങ്ങനെ സ്റ്റേക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് ചില ഡെക്സിൽ നമുക്ക് സ്റ്റേക്ക് എത്ര നമ്മൾ സ്റ്റേക്ക് ചെയ്തോ അതിനനുസരിച്ച് വോട്ടിംഗ് പവർ കിട്ടും. വോട്ടിംഗ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും ഡീസെൻട്രലൈസ്ഡ് വേൾഡിൽ ഡാവോ എന്ന് പറയും, ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ. അതായത് നമ്മളാണ് അവിടുത്തെ ഓരോ തീരുമാനങ്ങൾ യെസ് ഓർ നോ കൊടുത്ത് വോട്ട് ചെയ്യുന്നത്. അതായത് അവർ പറയുവാണ് ഇനി നാളെ മുതൽ ഈ കേക്ക് സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് 5% കൂടുതൽ റിവാർഡ് കൊടുക്കുകയാണ് എന്ന് ടീം ഓക്കെ പറയുന്നുണ്ട്. ആ പ്രോജക്റ്റ് ഓക്കെ പറയുന്നുണ്ട്. കൊടുക്കാം എന്ന് ഒരു പ്രൊപ്പോസൽ വെക്കുകയാണ്. അപ്പം നമ്മൾ യെസ് കൊടുത്ത്, അതായത് 75% കൂടുതൽ ആൾക്കാർ യെസ് കൊടുത്താൽ മാത്രമേ ആ ടീമിന് അത് ഓക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ടീമിന് അത് ഓക്കെ കൊടുക്കാൻ പറ്റത്തില്ല. നോ ആണ് വരുന്നതെങ്കിൽ ആ പ്രൊപ്പോസൽ തള്ളിപ്പോവും. സോ അതാണ് ഈ പറഞ്ഞ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഡാവോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയതാണ്. കാരണം ഈ സ്റ്റേക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റാണ്. പിന്നെ ചിലയിടത്ത് ഈ പറയുന്ന സ്റ്റേക്ക് ചെയ്യുന്നതിനനുസരിച്ച് റിവാർഡ് കൂടും. പിന്നെ ചില ലോഞ്ച് പൂളുകളൊക്കെ ഉണ്ട്. ലോഞ്ച് പൂൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പുതിയതായിട്ട് ടോക്കൺസ് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മളൊരു പെർട്ടിക്കുലർ ടോക്കൺ സ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പുതിയ ടോക്കൺ വരുന്നത് ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. ചിലപ്പോൾ നമുക്കവർ പുതിയ ടോക്കൺ വരുന്നത് നമുക്ക് മേടിക്കാനുള്ളൊരു അവസരം തരും. ഇതിനാണ് നമ്മൾ അലോക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ സ്റ്റേക്കിംഗ് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പല പല
മെത്തേഡ്സ് ആണ്. പിന്നെ സ്റ്റേക്കിംഗ് കൊണ്ട് ഡീമെറിറ്റ്സും ഉണ്ട്. കാരണം സ്റ്റേക്കിങ്ങിൽ നമ്മൾ ലോക്ക്ഡ് പൂളിൽ ഇപ്പോൾ എതീരിയം $4000 ഉള്ളപ്പോൾ വാങ്ങിച്ച് നമ്മൾ സ്റ്റേക്ക് ചെയ്യാനിട്ടു. 1 വർഷത്തേക്ക് ലോക്ക്ഡ് പൂളിൽ. എതീരിയം $1000 ആയി. നമുക്കവിടുന്ന് എടുക്കാൻ പറ്റൂല. നമുക്ക് ആ 1 വർഷം കഴിഞ്ഞേ എടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ പൂളിലാണ് ഇടുന്നതെങ്കിൽ എതീരിയം ഒരു 3500 ആയപ്പോഴേ നമുക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇത് ഡൗൺ ആവുന്ന സമയത്ത് $1000 വരണ സമയത്ത് നമുക്ക് ഇതിനെ സെല്ലടിച്ചിട്ട് 3 എതീരിയമായിട്ട് വാങ്ങിച്ച് വീണ്ടും നമുക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചിത് കയറുന്ന സമയത്ത് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. ചിന്തിച്ചിട്ടുണ്ടോ? സോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ഫ്ലെക്സിബിളിലേ പറ്റുള്ളൂ. പക്ഷേ ഡീസെൻട്രലൈസ്ഡ് മെജോറിറ്റി എല്ലാം ലോക്ക്ഡ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ മറ്റേ കൂളിംഗ് ടൈം, ഫ്രീസിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞ ടൈം ഉണ്ടാവും. പല ഡീസെൻട്രലൈസ്ഡ് സ്റ്റേക്കിംഗ് പൂൾസിലും. അതായത് നിങ്ങളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കേക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ഈ സ്റ്റേക്ക് എന്ന് പറയുന്ന ലോക്ക് കേക്ക് എന്ന് പറഞ്ഞ് സ്റ്റേക്ക് കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റേക്ക് കൊടുത്തു. നമ്മുടെ കാലാവധി കഴിഞ്ഞാൽ അവർ പറയും നമുക്ക് അൺസ്റ്റേക്ക് ചെയ്യണമെങ്കിൽ 21 ദിവസം എടുക്കും, അല്ലെങ്കിൽ 7 ദിവസം എടുക്കും. ആ 7 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ നമുക്കത് കിട്ടുള്ളൂ. അതെന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോക്കൻ്റെ പ്രൈസ് പെട്ടെന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ്. അതായത് പെട്ടെന്ന് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് അവർ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് സ്റ്റേക്ക് ചെയ്യുന്നു. എല്ലാവർക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൊണ്ട് ഡമ്പടിച്ചു പോകും. മറ്റേത് 21 ദിവസം. അപ്പോൾ ചില ആൾക്കാർ വൈകും, ഓ ഇപ്പോൾ 21 ദിവസം ഒന്ന് കാത്തിരിക്കാൻ വയ്യ, പിന്നെ ചെയ്യാം. അങ്ങനെ കുറേ ആൾക്കാർ കളയും. ചില ആൾക്കാർ 21 ദിവസം. അപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഓരോ ആൾക്കാരും ചെയ്യുമ്പോൾ അത് ഓരോ 21 ദിവസമാണ്. അപ്പോൾ അത് നല്ലൊരു ഡിഫറൻസ് വരും. അങ്ങനെ അതേപോലെയാണ് ഈ പറഞ്ഞ 7 ദിവസം 6 ദിവസമൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഏൺ എന്ന് പറയുന്ന സെക്ഷനിൽ കേക്ക് സ്റ്റേക്കിംഗ് ആണ് ഞാനിപ്പോൾ എടുത്തത്. ഡയറക്റ്റ് നമുക്കിവിടെ കേക്ക് സ്റ്റേക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പൂൾസ് ഉണ്ട്. ഡിഫറൻറ്റ് പൂൾസ് ഉണ്ട്. സോ ഈ പൂൾസ് എന്ന് പറയുന്നത് കേക്ക് പോലെ തന്നെയാണ് മറ്റ് ടോക്കൺസ്. അതായത് നമ്മുടെ കയ്യിൽ കേക്ക് സ്റ്റേക്ക് ചെയ്തിട്ട് നമുക്ക് മറ്റ് ടോക്കൺസ് കിട്ടുന്ന ഒരു പൂൾസാണ്. ഇതിപ്പോൾ വളരെ കുറവാണ്. കാരണം പണ്ട് ഇവിടെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇല്ല. ഇപ്പം ഈ പൂൾസ് വളരെ കുറവാണ്. കാരണം ഈ പാൻ കേക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതേപോലെയാണ് ഓരോ ഡീസെൻട്രലൈസ്ഡ് സ്റ്റേക്കിംഗ് പൂൾസും ഇങ്ങനെ ഒരുപാടുണ്ട് ഇപ്പം. മറ്റ് പല ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് സ്റ്റേക്കിംഗ് പൂൾസ് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന APR ഇത്ര ശതമാനം അവർ വാഗ്ദാനം ചെയ്യും. ഒരിക്കലും നിങ്ങൾ ആ ഒരു APR കണ്ടിട്ട് സ്റ്റേക്ക് ചെയ്യാൻ പോവരുത്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും അത്രയും കിട്ടത്തില്ല. APR ആയാലും APY ആയാലും ഇത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. കാരണം ആ ഒരു പൂളിൽ എത്രമാത്രം ആൾക്കാർ ഇടുന്നോ അതിന് ടോട്ടലാണ് ഈ ഒരു സംഖ്യ കൊടുക്കുന്നത്. അല്ലാതെ നമുക്കല്ല അത്രയും തരുന്നത്. അത് എത്രമാത്രം ആൾക്കാർ വരുന്നോ അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കാം, ചിലപ്പം കൂടിക്കൊണ്ടിരിക്കാം. ചില ആൾക്കാർ ഈ പറഞ്ഞ 800% എന്നൊക്കെ പറഞ്ഞിട്ട് പോയി സ്റ്റേക്കിങ്ങിൽ എൻ്റർ ആവും. ഒരു 4, 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് 800 പോയിട്ട് 10% കിട്ടിയ ഭാഗ്യം എന്ന് പറയാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് കേക്ക് എന്ന് പറയുന്ന ടോക്കൺ ഇവിടെ കൊടുത്തിട്ട് വേണമെങ്കിൽ പെപ്പെ ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാം ചെയ്യുന്നത് സെയിം മെത്തേഡാണ്. അത് കയ്യിലുള്ള കേക്കിനെ ഇവിടെ എനേബിൾ കൊടുക്കണം. ഫസ്റ്റ് ഇവിടെ സ്റ്റേക്കിങ്ങിന് വരുമ്പോൾ നമുക്കൊരു 3, 4 ട്രാൻസാക്ഷൻ കൊടുക്കണം. ഈ ഓരോ പൂൾസിലും നമ്മൾ എനേബിൾ അപ്രൂവലൊക്കെ കൊടുത്ത് നമ്മുടെ BNB ഇവിടെ ഗ്യാസ് ഫീ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കിവിടെ സ്റ്റേക്കിംഗ് നടക്കുള്ളൂ. അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവിടുത്തെ ഈ ഒരു സ്റ്റേക്കിംഗ് പൂൾ എന്ന് പറയുന്നത് ടോട്ടൽ എത്ര കേക്ക് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയേ. ഇപ്പോൾ ഏകദേശം 70,71,182 കേക്ക് ഇപ്പോൾ ടോട്ടലി സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. 21 ദിവസം കഴിയുമ്പോൾ ഈ ഒരു പൂൾ എൻഡ് ആവും. 21 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ 21 ദിവസത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇത് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ 3.56% അപ്പോൾ പെപ്പെ അത്ര ചെറിയ എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ BFG എന്ന് പറയുന്ന ടോക്കൺ ഇത് 71 ദിവസമുണ്ട് ഈ ഒരു പൂള്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇതിൻ്റെയും കാര്യങ്ങൾ ഇവിടെ അറിയാൻ പറ്റും. ഇപ്പോൾ DCB ആണെന്നുണ്ടെങ്കിൽ 67 ദിവസം. സോ ഓരോ പൂൾസിലും എത്രമാത്രം കേക്ക് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ അതോടൊപ്പം ഈ ഓരോ പൂൾസിലും നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ടോക്കണിൻ്റെ ഇൻഫോ, പ്രൊജക്റ്റ് സൈറ്റ്, കോൺട്രാക്റ്റ്, ആഡ് ടു വാലറ്റ്, അതായത് നമ്മൾ ഈ സ്റ്റേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് വേറൊരു ടോക്കൺ ആയിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് നമ്മുടെ വാലറ്റിൽ ആഡ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോകില്ലേ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഓരോ പൂൾസ് ഉണ്ട്. ഇത് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇതൊക്കെ എൻ്റർ ആവാൻ. ഇത് ഇപ്പോൾ അതാ 12 ദിവസമാണ് ഈ പറയുന്ന ടെക് എന്ന് പറയുന്ന ടോക്കണ്. SCPT എന്ന് പറയുന്ന ടോക്കൺ 14 ദിവസം. വേൾഡ് എന്ന് പറയുന്ന ടോക്കൺ 27 ദിവസം. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഓരോ പൂൾസിലും വരുന്നത്. ഇത് ഈ പറയുന്ന സിറഫ് പൂൾസ് എന്നാണ് പറയുന്നത്. ഇത് നേരത്തെ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാടെന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ വളരെ കുറവാണ് കണ്ടോ. എന്തുമാത്രം പൂൾസിൽ ടോക്കൺസ് കിടക്കുന്നുണ്ടോ. അതായത് ഇപ്പോൾ ഇവരധികം ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പണ്ട് മീൻസ് 2021, 22, 23 കാലഘട്ടങ്ങളിൽ ഒരുപാടുണ്ട്. എന്തിന് TRXന് വരെ ഇവിടെ പൂൾസ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ കേക്ക് കൊണ്ട് സ്റ്റേക്ക് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ TRX വരും. പക്ഷേ ഇവർ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവരുടെ ഈ മെയിൻ ടോക്കണായ കേക്കിൻ്റെ വില അങ്ങോട്ട് കയറുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും BNBയുടെ പുറകിലാണ് പോണത്. കാരണം BNB ഇവിടെ കൊണ്ട് ആരും സ്റ്റേക്ക് ചെയ്യത്തില്ല. ആൾക്കാരെല്ലാം പോയിട്ട് ബൈനാൻസിൽ സ്റ്റേക്ക് ചെയ്യും. ബൈനാൻസിൽ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈനാൻസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൻ്റെ ലോഞ്ച് പൂളിൽ വരുന്ന പുതിയ ടോക്കൺ കിട്ടും.
അതിനുവേണ്ടി എല്ലാവരും കൂടി ബൈനാൻസ് സ്റ്റേക്ക് ചെയ്യും. അതുകൊണ്ട് BNBയുടെ റേറ്റ്, അതായത് ഒരു ടോക്കൺ സ്റ്റേക്കിംഗ് അനൗൺസ് ചെയ്യുന്നതിലൂടെ ആ ടോക്കണിൻ്റെ റേറ്റ് വരെ കൂടാൻ ഹെൽപ്പാണ്. റേറ്റ് കൂടാൻ മെജോറിറ്റി കാരണം സ്റ്റേക്കിംഗ് തന്നെയാണ്. കാരണം സർക്കുലേറ്റിങ്ങിലുള്ള എല്ലാ ടോക്കണും കൊണ്ട് ഇവിടെ അവർ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സർക്കുലേറ്റിങ്ങിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് മേടിക്കാൻ വളരെ കുറച്ച് ടോക്കൺ മാത്രമേ മാർക്കറ്റിൽ കാണുള്ളൂ. ബാക്കി മൊത്തം ആൾക്കാർ ഇവിടെ സ്റ്റേക്കിങ്ങിൽ കൊണ്ടിടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ഗുണങ്ങളുണ്ട് സ്റ്റേക്കിങ്ങിനായിട്ട്. അപ്പോൾ സിറഫ് പൂൾ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പറയുന്ന കേക്ക് സ്റ്റേക്കിംഗ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പൊസിഷൻ മാനേജറിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. സോ ഈ പൊസിഷൻ മാനേജിൽ ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട് 10 ഒക്ടോബർ 2024 ഓൺവേർഡ്സ്. സോ അതിന് മുമ്പ് ഇട്ടിട്ടുള്ള എല്ലാ ഫണ്ടും ഇവർ തന്നെ മാറ്റിയിട്ട് പുതിയ പൊസിഷനിലേക്ക് ഇടണം എന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ചുമ്മാ ഇട്ടിട്ട് മറക്കരുത്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഇതിലൊക്കെ വന്ന് നോക്കണം. നമ്മളിവിടെ സ്റ്റേക്ക് ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ 5 വർഷത്തേക്ക് സ്റ്റേക്ക് ചെയ്യും. 5 വർഷത്തേക്ക് സ്റ്റേക്ക് ചെയ്തോ. പക്ഷേ ആ പ്രോജക്റ്റ് വെർഷൻ 2, വെർഷൻ 3, വെർഷൻ 4 ആവുമ്പോഴത്തേക്കും 5 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അക്കൗണ്ടിൽ ഒരു പൈസയും കാണത്തില്ല. അതായിരിക്കും സത്യം. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് ചെയ്യാൻ. ചുമ്മാ ഓരോ ആൾക്കാർ പറയുന്ന കണക്ക് എൻ്റർ ആവരുത്. പിന്നെ സ്റ്റേക്കിങ്ങിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഉഡായിപ്പ് കിടക്കുന്നത് സ്റ്റേക്കിങ്ങിൻ്റെ പേരിലാണ്. കാരണം ഏതൊരു മണ്ടനും ഒരു ടോക്കൺ അച്ചടിച്ചിറക്കാം. ആ അച്ചടിച്ചിറക്കുന്ന അവൻ പറയും എൻ്റെ ടോക്കണ് ഈ പറയുന്ന ഒരു സ്റ്റേക്കിംഗ് പൂളിൽ നിങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം റിട്ടേൺസ് വരും. ആ ടോക്കണിനെ വില കാണത്തില്ല. പിന്നെയാണ് അവൻ പറയുന്ന റിട്ടേൺസ്. ഇതൊക്കെ കേട്ടിട്ട് കുറേ മണ്ടന്മാർ ഇറങ്ങിത്തിരിക്കും. ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം അവർ എന്തോ ഒരു മിഥ്യായ ലോകത്താണ് അവർ താമസിക്കുന്നത്. ഈ ടോക്കൺ 2030 ആവുമ്പോൾ ബിറ്റ്കോയിനെ കടത്തി വെട്ടുമെന്ന് പറഞ്ഞിട്ട് വരും. ദയവേത് അങ്ങനെയുള്ള ഒന്നിൻ്റെ പുറകെ പോകരുത്. ട്രസ്റ്റഡ് ആയ നല്ല പ്രോജക്റ്റിൻ്റെ പുറകെ പോവുക. പിന്നെ ഇതൊക്കെ വാലറ്റ്സ് ആണ്. ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്. സീഡ് പ്രൈസ് മറന്നുപോയാൽ നിങ്ങളുടെ പൈസ മൊത്തം കല്ലായി. സോ അതൊക്കെ മനസ്സിലാക്കണം. ഈ ഒരു സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വലിയൊരു എമൗണ്ട് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണി കണ്ട അനാവശ്യ സ്റ്റേക്കിംഗ് പൂള്, കണ്ണി കണ്ട പ്രോജക്റ്റുകൾ, കണ്ണി കണ്ട വെബ്സൈറ്റുകൾ ഒന്നിലും കൊണ്ട് ഈ വാലറ്റ് കണക്ട് ചെയ്യരുത്. പോണ വഴി അറിയൂല. ഹാക്കായിട്ട് കംപ്ലീറ്റ് ഫണ്ടും അടിച്ചു പോവും. ഒടുക്കം ലാസ്റ്റ് ആരെടുത്ത് പറഞ്ഞാലും കിട്ടത്തില്ല. കാരണം അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്ത് നല്ല റിട്ടേൺസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു വാലറ്റ് മാറ്റി വയ്ക്കുക. ഇപ്പോൾ പാൻകേക്ക് ഞാൻ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പാൻകേക്ക് എന്നല്ലാതെ നിങ്ങൾക്ക് സുയിയുടെ ടോക്കൺ വാങ്ങിച്ച് ഡയറക്റ്റായിട്ട് സുയി വാലറ്റ് സ്റ്റേക്ക് ചെയ്യാം. സൊലാനോ വാങ്ങിച്ചിട്ട് ഫാൻഡം വാലറ്റ് സ്റ്റേക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് വാലറ്റുകൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കെപ്ലർ വാലറ്റ്, സെയ്യുടെ കോമ്പസ് വാലറ്റ്, അങ്ങനെ പല വാലറ്റുകൾ. വാലറ്റിൽ ഡയറക്റ്റായിട്ട് സ്റ്റേക്ക് ചെയ്യാം. പല സ്റ്റേക്കിംഗ് പൂൾസ് ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ തന്നെ ഒരു 2-3 മണിക്കൂർ വീഡിയോ അതിന് വേണ്ടി തന്നെ പോകും. സോ എക്സാമ്പിൾ മാത്രമാണ് ഞാൻ കാണിച്ചത്. ഇവിടെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ പൂൾസ്, എന്താണ് കേക്ക് സ്റ്റേക്കിങ്. ഇനി വേണമെങ്കിൽ ഞാൻ സ്റ്റേക്കിംഗ് കൂടെ ചെയ്ത് കാണിച്ചു തരാം. സോ എൻ്റെ കയ്യിലുള്ള കേക്ക് ഞാൻ ടോട്ടലി ഇവിടെ സ്റ്റേക്ക് ചെയ്യുവാണ്. ഞാൻ 6 മാസത്തേക്ക് വേണ്ട, 1 മാസത്തേക്ക് കൊടുക്കുക. എങ്ങാനും മാർക്കറ്റ് പൊങ്ങിയാലോ. മനസ്സിലായില്ലേ? സോ ജസ്റ്റ് ചുമ്മാ ഒരു ട്രൈ ആണ്. സോ ഇവിടെ നമ്മൾ ലോക്ക് കേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സ്മാർട്ട് കോൺട്രാക്ട് കോൾ വരുന്നുണ്ട്. എനിക്ക് 3 രൂപയുടെ ട്രാൻസാക്ഷൻ ഫീ പോയി. സോ അപ്രൂവ് കേക്ക്. നമ്മളിപ്പോൾ അപ്രൂവലാണ് കൊടുത്തത്. ഈ സ്റ്റേക്ക് ആയിട്ടില്ല, ഓർമ്മിച്ചോണം. അപ്രൂവ് ആണ് കൊടുത്തത്. ഇനി രണ്ടാമതൊരു കോൺട്രാക്ട് കോൾ വരും. 30 രൂപ. ആലോചിച്ച് നോക്കുക. 30 രൂപ ചുമ്മാ വീഡിയോ കാണിക്കാൻ വേണ്ടി പോയി. ഈ വീഡിയോയ്ക്ക് പോലും എനിക്ക് യൂട്യൂബ് 30 രൂപ തരത്തില്ല. വിട്. നിങ്ങളിതൊക്കെ പഠിക്കുന്നതല്ലേ. സോ നമ്മളൊരിക്കലും ലേണിംഗ് പ്രോസസ്സിലേക്ക് കണക്ക് പറയാൻ പാടില്ല. പക്ഷേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ സ്റ്റേക്കിംഗ് നടന്നു. ഇനി വ്യൂ ഓൺ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇതിവിടെ സ്റ്റേക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ലോക്ക് ചെയ്യാം ഈ സാധനം. ഇപ്പോൾ 0.026 ആണ് നമ്മുടെ ഇതിലേക്ക് ഇപ്പോൾ ആഡ് ആയിട്ടുള്ളത്. ഞാൻ കേക്കെന്ന് പറഞ്ഞ് കൊടുത്തത് എൻ്റെ ഒരു 0.74 കേക്കാണ്. അവർ വി കേക്കാക്കി മാറ്റിയപ്പോൾ 0.023 ഉള്ളൂ. അതായത് വി കേക്കിന് വാല്യൂ കൂടുതലാണ് ഈ പറയുന്ന കേക്കിനേക്കാളും. പിന്നെ ഇത് അൺലോക്ക് ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ ജനുവരി 30, 2025. കാരണം ഞാൻ 1 മാസത്തേക്കാണ് കൊടുത്തത്. അപ്പോൾ ആ 1 മാസം ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഓൾറെഡി 1 മാസം സൈക്കിൾ ഇപ്പോൾ റണ്ണിങ് ആണ്. കണ്ടില്ലേ? ദാ കേക്ക് ലോക്ക്ഡ്. ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ അറിയാൻ പറ്റും. മൈ വി കേക്ക്. കേക്കും വി കേക്കും തമ്മിൽ ഡിഫറൻ്റ് ആണ്. കാരണം എൻ്റെ കയ്യിലുള്ള കേക്കിനെ അവർ വി കേക്ക് എന്ന് പറയുന്ന മറ്റൊരു ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്താണ് അവിടെ അവർ ആ ഒരു പൂൾസിലേക്ക് ഇട്ടേക്കുന്നത്. ഇപ്പോൾ അൺലോക്സിൽ 22 ഡേയ്സ് ആ ടൈം വരെ കൊടുത്തിട്ടുണ്ട്. ജനുവരി 30, 2025 5:30. സോ ആ ടൈമിൽ നമുക്ക് പോയിട്ട് ഇത് അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ചെറിയൊരു റിവാർഡ് തരും. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നിങ്ങൾ ഏതൊരു സ്റ്റേക്കിംഗ് പൂളിലേക്കും ചെയ്യാനുള്ളത്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ സ്റ്റേക്ക് ചെയ്യുക. അപ്പോൾ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഈ വീഡിയോ 2-3 തവണ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഓട്ടിച്ച് എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ സ്റ്റേക്കിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
അപ്പോൾ സ്റ്റേക്കിംഗ് ഇപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു ടോക്കൺ. ഏത് ടോക്കൺ ആയാലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ലിക്വിഡിറ്റി ആഡ് ചെയ്യാനും നിങ്ങളുടെ കയ്യിൽ 2 ടോക്കൺ വേണം. ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ 2 ടോക്കൺ വേണം. സോ ഞാനിവിടെ പറഞ്ഞ കണക്ക് ഈ പറയുന്ന ഫാം ഓർ ലിക്വിഡിറ്റിയിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ 2 ടോക്കൺ വേണം. അപ്പോൾ USDT വേണം, WBNB വേണം. ഇത് രണ്ടും നിങ്ങളുടെ BNB വെച്ചിട്ട് ഈ പറയുന്ന പാൻകേക്കിൽ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ ബൈനാൻസിൽ നിന്നോ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ നിന്നോ മേടിച്ചിട്ട് ഇങ്ങോട്ട് വാലറ്റിൽ കൊണ്ടുവന്നിട്ട് വേണം ഇത് രണ്ടും ചെയ്യാനായിട്ട്. 2 ചെയ്യുന്ന സമയത്ത് 2 തവണ നിങ്ങൾ അപ്രൂവൽ കൊടുക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു WBNB ഈ പറയുന്ന BNBയിൽ നമ്മളിവിടെ 2 ഇവിടെ ആഡ് ചെയ്തിട്ട് കണ്ടോ എൻ്റെ കയ്യിൽ USDT ഇപ്പോൾ 49 ഉണ്ടെങ്കിൽ അത് USDT 50 1 മണിക്കൂർ ഇതിവിടെ കാണിക്കുകയാണ്. 100 USDT നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ 50 USDT ആയിട്ടും ബാക്കി പകുതി 0.07 ഈ പറയുന്ന റാപ്പിഡ് BNB ആയിട്ട്. സോ അങ്ങനെ വേണം നമ്മൾ ഈക്വൽ ആയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് പ്രൈസ് പോയിന്റ്. അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. 7 ദിവസം, 30 ദിവസം, 1 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം ഈ മിനിമം പ്രൈസ്, മാക്സിമം പ്രൈസ് അങ്ങനെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ കോമ്പൗണ്ട് എവരി അതായത് ഈ പറയുന്ന റിവാർഡ് കിട്ടുന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് കോമ്പൗണ്ട് ആവണോ, ഓരോ മണിക്കൂറും കോമ്പൗണ്ട് ആവണോ, അല്ലെങ്കിൽ 7 ദിവസം കൂടുമ്പോൾ, 30 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. പിന്നെ ഈ റേറ്റ് ഒന്നും ഒരിക്കലും വിശ്വസിക്കരുത്. ഇതൊക്കെ ചുമ്മാ കാണിക്കുന്നത്. ഇതൊക്കെ ടോട്ടൽ പൂൾസിൻ്റെ റേറ്റാണ് കാണിക്കുന്നത്. സോ അതൊന്നും നോക്കരുത്. നിങ്ങൾക്ക് ചെറിയൊരു റിവാർഡ് കിട്ടും. സോ ഇത് ഞാൻ എന്തിന് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളിത് സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി ഈ പാൻകേക്കിലൊന്നും ദയവ് ചെയ്ത് ഇപ്പോൾ സ്റ്റേക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പോയിട്ട് ഇതേ മെത്തേഡാണ് നിങ്ങൾ എയർ ഡ്രോപ്പ് ഒക്കെ വരുന്ന സമയത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തോ പല പല സ്റ്റേക്കിംഗ് പൂൾസിൽ. പിന്നെ ലോങ് ഒരു ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ BNB എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഞാനൊരു 5 വർഷത്തേക്ക് BNBയിൽ പോവാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സുയിയിൽ എനിക്ക് പോവാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സൊലാനോയിൽ എനിക്കൊരു 3, 4, 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേക്കിംഗ് പൂളിൽ മന്ത്ലി ചെറിയൊരു എമൗണ്ട് വെച്ച് ആഡ് ചെയ്ത് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ SIP വർക്കാവും. അവിടെ തന്നെ ഈ പറയുന്ന ടോക്കണും കൂടുതൽ കിട്ടും. പിന്നെ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഫീ, ഇൻട്രസ്റ്റ് അതും കിട്ടും. മേ ബി ചിലപ്പോൾ എന്തെങ്കിലും എയർ ഡ്രോപ്പും കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ മെത്തേഡ്സിൽ ഏണിംഗ് കൂട്ടാം. പിന്നെ വാലറ്റ് ഉണ്ടാക്കുമ്പോൾ സീഡ് ഫ്രൈസും കാര്യങ്ങളും എഴുതി വെക്കണം. ഒരിക്കൽ കൂടെ എടുത്ത് പറയുന്നു, കണ്ണി കണ്ട വെബ്സൈറ്റിൽ കൊണ്ട് കണക്ട് ചെയ്യരുത്. ആരെടുത്തും പറയുകയും ചെയ്യരുത്. സ്വന്തമായിട്ട് അങ്ങ് ചെയ്യുക. രഹസ്യമായിട്ട് പ്രൈവസി ആയിട്ട് കീപ്പ് ചെയ്ത് ഇതൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ സലാം. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. എൻ്റെ സോഷ്യൽ മീഡിയയുടെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിലും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബൈ ബൈ, ടാറ്റ.